കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഇലയുടെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഗത്താണ് സാധാരണ ഉണ്ടാക്കുന്നത്. ഞാൻ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ നോമ്പിനൊക്കെ ഉമ്മ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇലയുടേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഇലയുടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ഇലയുടെ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇലയട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് 1 കപ്പ് കടലപ്പരിപ്പാണ്. ഇത്രയും വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5-6 ആളുകൾക്ക് കഴിക്കാനുള്ള ഇലയട ഉണ്ടാവും കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലതുപോലെ കുതിർത്തെടുക്കണം. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം മാത്രം ചേർത്താൽ മതി. അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കൂടുതൽ വേവിക്കരുത്, കൂടുതൽ വെന്തുടയാൻ പാടില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള പത്തലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് സാധാരണ ഇലയട ഉണ്ടാക്കുന്നത് ഈ ഒരു പത്തൽ പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഏത് അരിയാണോ അല്ലെങ്കിൽ ഏത് അരിപ്പൊടിയാണോ ഇലയട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആ അരിപ്പൊടി വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തൽ പൊടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളം മതി കേട്ടോ. ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പത്തൽപ്പൊടി നമ്മളിങ്ങനെ പച്ചവെള്ളം ചേർത്തിട്ട് തന്നെയാണ് കുഴക്കുന്നത്. അപ്പോൾ അങ്ങനെ പച്ചവെള്ളം ചേർത്തിട്ട് ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പത്തൽപ്പൊടി. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലൊക്കെ കിട്ടും. ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഒരു പത്തൽപ്പൊടി കിട്ടുന്നുണ്ട്. കണ്ണൂർ ഭാഗത്തും ഷോപ്പിലൊക്കെ കിട്ടും. മറ്റുള്ള ഏരിയയിൽ കേരളത്തിൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പും പച്ചവെള്ളവും ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈവെള്ളയിലും അല്ലെങ്കിൽ വാഴയിലയിലും ഒക്കെ വെച്ച് പരത്തി കൈവച്ചിട്ട് പരത്തിയെടുക്കാൻ പാകത്തിലുള്ള ഒരു രീതിയിൽ, ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് പോലും നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരിമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് 2 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് എയറൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇതിൽ വെള്ളം കളഞ്ഞിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് വെന്തുടയാതെ ഇങ്ങനെ പാകത്തിൽ, എന്നൊട്ടും വേവാതെയും ആവരുത്, ഈ ഒരു പാകത്തിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് പണ്ടം തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 250 ഗ്രാം വെല്ലം, അതായത് ശർക്കര എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ശർക്കരയും മെൽറ്റായി ഇത് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. ഒട്ടും ലൂസാവാതെ ശർക്കര മെൽറ്റായിട്ട് നല്ലോണം തിക്കായിട്ട് വരണം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും നല്ലോണം തിക്കായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിരവിയ തേങ്ങ 1.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു മീഡിയം സൈസിലുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്നും ഇല്ലാതെയും തന്നെ ഈ ഒരു പണ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളം നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെള്ളം ഇല്ലാതെ വേണം ഇത് ഈ ഒരു പണ്ടം തയ്യാറാക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുറച്ച് ലൂസായതുപോലെയും പിന്നെ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും അതായത് ഒരു പത്തൽ പരത്താനുള്ള അത്രയും ഒരു പോർഷൻ, ഞാൻ ചെറിയ ചെറിയ ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. അത് വാഴയിലയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. വാഴയിലയിൽ എണ്ണ പുരട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഴയില ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടും
ചെയ്യാം. അപ്പോൾ നേരിയതായിട്ട് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് നല്ലോണം വെച്ച് കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം നേരിയതായിട്ട് പരത്തുക, പിന്നെ മാക്സിമം ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കുറേയധികം ഫില്ലിങ്ങോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കുക. അരിപ്പൊടി ആകുമ്പോൾ, അതായത് അരിമാവാകുമ്പോൾ നമുക്ക് ഒട്ടിക്കാനും ഒട്ടും പണിയില്ല. അറിയാലോ, പെട്ടെന്ന് തന്നെ അതങ്ങനെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ഇലയുടെയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ആവിയിലാണ് വേവിക്കുന്നത്. അതിനായിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റീമർ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇലയുടെ മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് കുറേയധികം വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് മുഴുവനും ഒരുമിച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുക. 15 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഇലയുടെയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഇലയൊന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇലയൊന്ന് അടർത്തി നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇല ഇത്രയും പെർഫെക്റ്റായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഇലയുടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തേങ്ങ മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്ന ഇലയുടേക്കാളും അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പ് അറിയാലോ, അത് നമ്മൾ അത് വെച്ചിട്ട് എന്ത് സ്വീറ്റ്സ് തയ്യാറാക്കുമ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇതും, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നോമ്പിനൊക്കെ മധുരമുള്ള സ്നാക്സ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. Thank you.